ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പ് നന്നായി തഴച്ച് വളരും. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതാണ് നമ്മുടെ കറിവേപ്പ്. പൊതുവെ എല്ലാവരുടെയും പരാതിയാണ് കറിവേപ്പ് നന്നായി തഴച്ച് വളരുന്നില്ല എന്നത്. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ ഇലകൾ ഊരിയെടുക്കരുത്. ഇതുപോലെ ഊരിയെടുക്കുകയാണെങ്കിൽ കറിവേപ്പ് ഇലകൾ കുറയും. ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു. മഴ തോർന്നു നിന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഊരിയെടുത്ത കമ്പ് അതിൽ നിൽക്കുകയാണ്. അത് നമുക്ക് എടുത്ത് കളയാം. ഇനി രണ്ടാമത്തത് എന്ന് പറയുന്നത് കറിവേപ്പിൽ നിന്നും നമ്മൾ ഓരോ ഇതളായി എടുക്കരുത്. ഇതുപോലെ എടുക്കുകയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് ശിഖരങ്ങൾ വരത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കരുത് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ കറിവേപ്പ് ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു കൊടുക്കുക. ഇങ്ങനെ മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ശിഖരങ്ങൾ വരും. ഞാൻ നേരത്തെ മുറിച്ചു കൊടുത്ത ശിഖരങ്ങൾ കാണിച്ചു തരാം. ഈ കമ്പ് കണ്ടില്ലേ, ഞാൻ നേരത്തെ കട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ അതിൽ ധാരാളം ശിഖരങ്ങൾ വന്നു കഴിഞ്ഞു. നമ്മൾ കൈ കൊണ്ട് ഒടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊലി ചിലപ്പോൾ ഇളകും. അപ്പോൾ അവിടെ നിന്നും വീണ്ടും അടുത്ത ശിഖരങ്ങൾ വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ കത്രിക വെച്ച് കട്ട് ചെയ്യാൻ പറയുന്നത്. കറിവേപ്പ് നന്നായി തഴച്ച് വളരുവാൻ ഞാൻ നൽകുന്ന ഫെർട്ടിലൈസർ ഏതൊക്കെയാണെന്ന് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. മലയാളികളായ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്ന് തന്നെയാണ് ഈ കറിവേപ്പ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ഒരു കറിവേപ്പെങ്കിലും കാണും. നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പില്ലെങ്കിൽ തീർച്ചയായും ഒരു കറിവേപ്പ് വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കറിവേപ്പിൻ്റെ ചുവട്ടിൽ സാധാരണ തൈകൾ ഉണ്ടാകാറുണ്ട്. മിക്കവർക്കും ഉള്ള സംശയമാണ് കറിവേപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് വരുന്ന തൈകൾ നല്ലതാണോ, അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ അരിയിൽ നിന്നുണ്ടാകുന്ന തൈയാണോ നല്ലത്. എന്നാൽ 2 തൈകളും നല്ലതാണ്. ഇതിൻ്റെ തൈകൾ നൽകുന്ന വീഡിയോ ഞാൻ എടുത്തിരുന്നു. എന്നാൽ അത് റെക്കോർഡായില്ല. മഴ തോർന്നപ്പോൾ ഞാൻ വേഗം പോയി എടുത്തതാണ്. അപ്പോൾ റെക്കോർഡായോ എന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. അതാണ് ഇങ്ങനെ അത് കാണിച്ചു തരാൻ പറ്റാത്തത്. ചുവട്ടിൽ നിന്ന് വരുന്ന തൈകൾ വേഗം നമുക്ക് വലുതായി കിട്ടും. എന്നാൽ അരിയിട്ട് പൊടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത് പൊടിച്ചു വരാൻ കുറച്ച് കാലതാമസം വേണ്ടിവരും. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്. കറിവേപ്പ് തഴച്ച് വളരുവാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതുകൂടി കമൻറ്റായി രേഖപ്പെടുത്തുക.